കുരുവാണ് നട്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരിക്കലും ആപ്പിൾ നമുക്ക് കിട്ടാറില്ല. ഏത് വിത്തിട്ടോ അതിൻ്റെ പഴം നമുക്ക് കിട്ടും. കർമ്മം എന്ന് പറയുന്നത് വിത്താണ്. ശ്രേഷ്ഠമായ കർമ്മം ശ്രേഷ്ഠമായ ഭാഗ്യത്തിനും മോശമായ കർമ്മം ദുഃഖത്തിനും കാരണമായിട്ട് മാറും. കർമ്മം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എന്ത് കർമ്മം ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിക്കാത്തിടത്തോളം ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ എന്തിനാ ഭഗവാൻ എനിക്ക് ദുഃഖം തന്നേന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ കർമ്മമാണ് സുഖദുഃഖങ്ങൾക്ക് ആധാരമാവുന്നത്. കർമ്മം ഞാൻ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. നമ്മുടെ സങ്കല്പം, വാക്ക്, ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി മൂന്നും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം കർമ്മം തന്നെയാണ്. ഓരോന്നും ഊർജത്തിൻ്റെ പ്രസരണം തന്നെയാണ്. അതുകൊണ്ട് ഏത് ഊർജ്ജമാണോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഊർജ്ജം എനിക്ക് തിരിച്ചു കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാനും നല്ല സന്തോഷത്തെ തിരഞ്ഞെടുക്കാനും നമുക്ക് ഫ്രീഡം ഉണ്ട്. അതിലാർക്കും കൈകടത്താനാവില്ല. അത് പറയുമ്പോൾ എന്നോട് ചിലർ പറയാറുണ്ട്, വളരെ മോശമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ആളുകൾ നന്നായി സന്തോഷമായിട്ട് ജീവിക്കുന്നതും നല്ല നല്ല കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് തൊടുമ്പോഴും വിഷമം ഉണ്ടാവുന്ന അവസ്ഥ അതും കാണുന്നുണ്ടല്ലോ. അപ്പം എന്താ നല്ലത് ചെയ്തിട്ട് അവർക്ക് മോശം വരുന്നത്? ഇത് പറയാൻ കാരണം പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, പലതരം വിത്തുകളുണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് അങ്ങ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കാശിത്തുമ്പച്ചെടി, കുഞ്ഞു കുഞ്ഞു തവരകൾ, ഒരുപാട് കൊച്ചു കൊച്ചു ചെടികളെല്ലാം മുളച്ചു പൊന്തി. വളരെ വേഗം അതൊക്കെ വളരുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് പൂവിട്ടു, കായിട്ടു. 1 മാസം 1.5 മാസം കഴിഞ്ഞ് നോക്കി ആ ചെടിയേ ഉണ്ടാവില്ല, എല്ലാം പോയി കഴിഞ്ഞു. അതേസമയം ഒരു തെങ്ങിൻ്റെ വിത്താണെങ്കിലോ, തെങ്ങിൻ്റെ വിത്ത് വീണാൽ അത് മുളയ്ക്കാൻ തന്നെ മാസങ്ങൾ, മുളച്ച് കഴിഞ്ഞ് മരമായി വരാൻ വർഷങ്ങൾ, വർഷം കഴിഞ്ഞ് പഴം തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തലമുറകളോളം നമുക്ക് പഴം തരും. ഒരു കർമ്മം ഏത് സമയത്ത് നിങ്ങൾക്കതിന് റിസൾട്ട് തരണം എന്നത് അതിലേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഊർജത്തിൻ്റെ ആധാരത്തിലാണ്. ഇന്ന് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, വൈകാരികമായ ചില നിമിഷങ്ങളിൽ മനുഷ്യന്മാർ എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ ആഘാതം ഞാൻ അനുഭവിക്കുമ്പോൾ പ്രതികാരം പോലുള്ളതായിരിക്കുന്ന ഹീനഭാവന മനസ്സിലുണർന്നു വരികയും ആ ഒരു സമയത്ത് ആ ഒരു ഫീലിങ്ങിൻ്റെ ആധാരത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയും പിന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യും. കഷ്ടം, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത്രയൊന്നും ആയിത്തീരുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു, ഇങ്ങനെ അവരുടെ ജീവിതത്തിന് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. പിന്നീട് പശ്ചാത്തപിച്ചിട്ട് ചെയ്ത കർമ്മത്തെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയ നഷ്ടത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു കർമ്മം ചെയ്യാൻ ചിലർത്ഥം തെങ്ങിൻ തൈ നടുകയാണ് എന്ന് ഓർപ്പിച്ചോളൂ. ഇവർക്കത് വിഷമം ഉണ്ടാവുന്നും നഷ്ടം ഉണ്ടാവുന്നും പ്രശ്നം ഉണ്ടാവുന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുണ്ടായതായിട്ടുള്ള വെറുപ്പ്, വൈരാഗ്യം, ക്രോധം, അഹങ്കാരം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഹീനമായിരിക്കുന്ന ഫീലിങ്സിനെ അഥവാ ഹീനമായിരിക്കുന്ന സംസ്കാരങ്ങളെ, ദുർവികാരങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും താൽക്കാലികമായിട്ട് നിങ്ങളെ ജയിപ്പിക്കുകയായിരിക്കും, സദാകാലത്തേക്ക് നമ്മളെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് കർമ്മം ഊർജ്ജ രൂപത്തിലാണ് ഡെപ്പോസിറ്റ്. കാർമിക് അക്കൗണ്ടിൻ്റെ ബാങ്കിൽ എല്ലാം ഊർജ്ജ രൂപത്തിലാണ്. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ 5 രൂപയ്ക്ക് വഴുതനങ്ങയും 5 രൂപയ്ക്ക് വെണ്ടയ്ക്കും കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഞാൻ 10 രൂപ പച്ചക്കറിക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ള കണക്കേ ഉള്ളൂ. അന്ന് വെണ്ടയ്ക്ക വാങ്ങിച്ചോ വഴുതനങ്ങ വാങ്ങിച്ചോ യുവർ ചോയ്സ്. പക്ഷേ എത്ര രൂപ ചിലവഴിച്ചു അതേ നമ്മൾ നോക്കാറുള്ളൂ. ഇൻ ദ സെയിം വേ ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് എത്ര എനർജി ഞാൻ ആ കർമ്മത്തിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തു, അതാണത് റിട്ടേൺ വരുന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ കണക്ക്. ചിലപ്പോൾ ചില കർമ്മങ്ങൾ ഒരുപാട് മോശമായിട്ട് ചെയ്തു. എൻ്റെ ഏതെങ്കിലും ഒരു നല്ല കർമ്മത്തിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ജീവിക്കുന്ന സമയമാണെങ്കിൽ തത്സമയം സുഖമായിട്ടങ്ങ് കടന്നു പോകും. പക്ഷേ കൊടുത്ത ഊർജം തിരിച്ചു വരാതിരിക്കില്ല. ഊർജം തിരിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പ് മാറ്റിയിട്ടുണ്ടാവും, ഈ ഉടുപ്പ് മാറ്റി വേറൊരു ഉടുപ്പിൽ കയറിയിട്ടുണ്ടാവും എന്ന് കരുതി ആത്മാവിനെ ആ ഊർജം വിട്ടു പോവില്ല. അത് പിന്നാലെ തന്നെ വരികയും ചെയ്യും. അടുത്തത് നിങ്ങൾ കുട്ടിയായിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്ക് അത് തിരിച്ചു വന്നിട്ടുണ്ടാവും. കുട്ടിക്കാലം തൊട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി പാവം, കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു പാവം, കൊടുത്തു വെച്ചത് തിരിച്ചു വരികയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദുഃഖം അനുഭവിക്കുന്നവരുടെ അടുത്ത്, വിഷമം അനുഭവിക്കുന്നവരുടെ അടുത്ത് സഹാനുഭൂതി വേണ്ട എന്നുള്ളതല്ല. അവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ കർമ്മം എന്താണ്? നമ്മുടെ ധർമ്മം എന്താണ്? കരുണയാണ് ധർമ്മം. അവരോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് കയറാൻ വേണ്ടി അവർക്ക് കൊടുക്കാവുന്നതും ചെയ്യാവുന്നതുമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സ്നേഹവും വാത്സല്യവും കെയറിങ്ങും ഷെയറിങ്ങും എല്ലാമാണ് നമ്മുടെ ധർമ്മം.
അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഭാവനയിൽ നമുക്ക് വ്യത്യാസം വരാനല്ല ഈ ജ്ഞാനം നമുക്ക് സഹായിക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തേ അവർക്കുണ്ടായിട്ടില്ല എന്നതായിട്ടുള്ള വിഷമത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി എനിക്ക് അതിജീവിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. എത്ര ഉദാഹരണങ്ങൾ സമൂഹത്തിൽ നമ്മുടെ അടുത്തുണ്ട്. അരുണിമ സിൻഹ എന്നതായിട്ടുള്ള ആ ഒരു വോളിബോൾ പ്ലെയറായിരുന്ന പെൺകുട്ടി ഇന്ന് എവറസ്റ്റ് കീഴടക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ കിരീടം ചൂടിയ പെൺകുട്ടി. കഥ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് പ്രചോദനമാണ്. ഏതോ പാപകർമ്മത്തിൻ്റെ അക്കൗണ്ട്. വോളിബോൾ പ്ലെയറായിരുന്ന കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് തെമ്മാടികൾ കുട്ടിയെ വലിച്ചെറിയുന്നു പുറത്തേക്ക്. മറ്റൊരു ട്രെയിനിലിടിച്ചു വീണു, കാല് മുറിച്ചു മാറ്റപ്പെട്ടു. എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു ജീവിതത്തിൽ. അപ്പോഴും മനസ്സിൽ ഒരൊറ്റ ദൃഢസങ്കല്പമായിരുന്നു, ഇങ്ങനെ എന്നെ മോശമാക്കിയവർക്ക് മുന്നിൽ വളരെ നല്ല ഒരു സക്സസ്സിലൂടെ ഞാൻ മറുപടി കൊടുക്കും. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന പ്രതികാരം. നമ്മുടെ വിജയം കൊണ്ടാണ് മറ്റൊരാൾ പ്രതികാരം ചെയ്യേണ്ടത്. നമ്മുടെ വിജയത്തിന് വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിയിട്ടല്ല, നമുക്ക് ഉയരുന്നതിനൊപ്പം മറ്റുള്ളവർ ഉയരാൻ സഹായിച്ചുകൊണ്ടാണ് യഥാർത്ഥ പ്രതികാരം. ആ രീതിയിൽ ജീവിതത്തിൽ നേടിയേ പറ്റൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആ കോച്ചിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ കോച്ച് ആ കുട്ടിയോട് എന്താ പറഞ്ഞു അറിയോ? മോളെ, നിനക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു തോട്ട് വന്നില്ലേ, നീ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ജീവിതത്തിൽ അവസാനം കീഴടക്കി ലോകത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ, പ്രസിഡൻറ്റിൻ്റെ മെഡൽ വാങ്ങുമ്പോൾ ജീവിതത്തിൽ ഇന്നലെ ചെയ്തതായിരിക്കുന്ന നെഗറ്റീവ് അക്കൗണ്ട് ടോട്ടലി ക്ലോസ്ഡ്, ഒരു പോസിറ്റീവ് അക്കൗണ്ട് ക്രിയേറ്റഡ്. പറ്റില്ല എന്നില്ല, പക്ഷേ അതിനനുസരിച്ചതായിട്ടുള്ള ഹാർഡ് വർക്ക് അത്യാവശ്യമാണെന്ന് മാത്രം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തന്നെ വേണം, ഞാൻ കാലൊടിഞ്ഞ് കിടക്കുമ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണോ അതോ അൺഹാപ്പി ആയിരിക്കണോ, അത് നമ്മുടെ കയ്യിലുള്ള ഘടകമാണ്. അതുകൊണ്ട് തോട്ട്സിനെ പോസിറ്റീവ് ആക്കൂ. സദാ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓം ശാന്തി.